നമ്മുടെ മെസ്ര വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു മീനെ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇതിന് നമ്മൾ ഉടുപ്പൂരി മീനെന്നാണ് ഇവിടെ ഞാൻ പറയുന്നത്. ഇനി നിങ്ങളുടെയൊക്കെ സ്ഥലത്ത് എന്താണ് പറയുന്നതെന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് കറി വെക്കുന്നതെന്ന് നോക്കാം. ആദ്യമായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് 2 സ്പൂൺ എണ്ണ ഒഴിച്ചതിന് ശേഷം 3 ചുവന്നുള്ളി, 1 വെളുത്തുള്ളി, 1 പീസ് ഇഞ്ചി ഇതെല്ലാം കൂടി ചെറുതായിട്ട് അരിഞ്ഞു കൊണ്ടുവന്നതാണ്. ഇത് ഞാൻ എണ്ണ ഒഴിച്ചിട്ട് അതിനകത്തേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ 1 സ്പൂണ് കുരുമുളക്, 1 സ്പൂൺ ഉലുവ, ഇത് 2 സീഡായിട്ട് തന്നെ എടുക്കുക. എപ്പോഴും നമ്മൾ സീഡായിട്ട് എടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ്, അതുകൊണ്ടാണ് ഞാൻ പൗഡർ എടുക്കുക അങ്ങനെ തന്നെ എടുക്കുന്നത്. അപ്പോൾ ഇതൊന്ന് മൂത്ത് വന്നതിന് ശേഷം അതിനകത്തേക്ക് നമ്മളിത് കഴുകി അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നു. എന്നിട്ട് അതും അതുപോലെ ഒന്ന് ഫ്രൈ ആയി വരട്ടെ. അതിനുശേഷം 1 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കും. പിന്നെ 3.5 സ്പൂൺ മുളക് പൊടി, അതായത് എരിവില്ലാത്ത മുളക് പൊടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കും. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ആ എണ്ണയ്ക്കകത്ത് കിടന്നൊന്ന് മൂത്ത് വരട്ടത്. തണുത്ത് വരുമ്പോഴത്തേക്ക് നമുക്കൊരു ചട്ടി വെച്ചിട്ട്, എപ്പോഴും നമ്മൾ മീൻ കറി വെക്കുന്നത് മൺചട്ടിയിൽ വെക്കുന്നതാണ്. നമുക്ക് ഹെൽത്തിയുമാണ്, അതുപോലെ ടേസ്റ്റിയുമാണ്. എന്നിട്ട് അതിനകത്തേക്ക് 3 സ്പൂൺ എണ്ണ നമ്മൾ ഒഴിച്ച് കൊടുത്തിട്ട് ഒരു ചെറിയ പീസ് ഇഞ്ചിയും, 1 ചുവന്നുള്ളിയും, 1 വെളുത്തുള്ളിയും കൂടി ചതച്ച് ഞാൻ കല്ലിൽ വെച്ച് ചതച്ചെടുത്തതാണ്. അത് ആ ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കും. അതിനുശേഷം 1 സ്പൂൺ കറിവേപ്പിലയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കും. അതൊന്ന് മൂത്ത് വരട്ടെ. നല്ല മണമുണ്ട് അതൊക്കെ മൂത്ത് വരുമ്പോൾ. അതിനുശേഷം ആ അരപ്പെല്ലാം കൂടി നമ്മൾ അരച്ച്, ആ പൊടികളെല്ലാം കൂടി കൊണ്ടുവന്നത് നല്ല ഫൈനായിട്ട് അരച്ച് കൊണ്ടുവന്നതാണ്. അതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. ബാക്കിയുള്ള തിളച്ച വെള്ളത്തിൽ വേണം നമ്മൾ കഴുകി അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാൻ. പച്ചവെള്ളം ഉപയോഗിക്കരുത്, തിളപ്പിച്ച വെള്ളം തന്നെ വേണം അതിനകത്ത് ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ നമ്മൾ ആ മീനെല്ലാം നല്ല വൃത്തിയായിട്ട് കഴുകി കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. നല്ല വൃത്തിയുള്ള മീനല്ലേ, കണ്ടാൽ തന്നെ അറിയാമല്ലോ. അതിന് മുമ്പേ തന്നെ ഞാൻ 1/2 ഗ്ലാസ് ചൂടുവെള്ളത്തിൽ 2 പീസ് കുടംപുളി ഇട്ട് വെച്ചിരുന്നു. അത് നേടി തിളച്ച് വരുമ്പോൾ അതിനകത്തേക്ക് ഇട്ട് കൊടുത്തു. 1/2 സ്പൂൺ ഉപ്പും പരലുപ്പാണ് അതിലിട്ട് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ. വേണ്ട, ആ തിളച്ച് വരുമ്പോൾ തന്നെ നമ്മൾ ആ മീനെല്ലാം അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നമ്മൾ അടച്ചു വെക്കരുത്, തുറന്ന് തന്നെ വെക്കുക. ഇനി തിളച്ച് വരട്ടെ. അത് തിളച്ച് വന്നതിന് ശേഷം എപ്പോഴും ഞാൻ ഈ കറി വെക്കുമ്പോൾ ചെയ്യാറുള്ളത് പോലെ ഒരു തക്കാളി അരച്ച് അതിനകത്തേക്ക് ഒഴിച്ച്, എന്നിട്ട് നമ്മുടെ ഇനി കറിവേപ്പില ഉണ്ടെങ്കിൽ എത്രയും കറിവേപ്പില ഉണ്ടോ അത്രയും കറിവേപ്പില ഇടാം, നല്ല ടേസ്റ്റാണ്. അപ്പോൾ 5 മിനിറ്റിന് ശേഷം അത് നല്ലപോലെ തിളച്ച് വന്നു. ഇനി നമ്മൾ തവി ഇട്ട് കൊടുക്കരുത്, അല്ല അതൊരു തുണി വെച്ച് ഒന്ന് ചുറ്റിച്ച് കൊടുക്കണം. എന്നിട്ട് നമ്മൾ ഉപ്പൊക്കെ ചെക്ക് ചെയ്യുക. നല്ല ടേസ്റ്റുള്ള ഒരു മീൻ കറിയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മുടെ ചാനൽ ഇനിയും ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂട്ടത്തിൽ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ ലഭ്യമാവുകയുള്ളൂ. കണ്ടില്ലേ നമ്മുടെ മീൻ കറി? കപ്പയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ നല്ല അടിപൊളി ഒരു റെസിപ്പിയാണിത്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുകയും ചെയ്യണം.